സമഗ്ര ശിക്ഷാ അഭിയാൻ്റെ ജില്ലാ പ്രോജക്റ്റ് ഓഫീസ് കെട്ടിടമാണ് തകർന്നു വീണത്. ഇത് മുമ്പ് സ്കൂളായിരുന്നു. ആ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ സജി കമല, അദ്ദേഹം ഇപ്പം സെനറ്റ് അംഗം കൂടിയാണ്, അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. ഈ സ്കൂള് ഇത് ഒരു സമഗ്ര ശിക്ഷാവിൻ്റെ ഓഫീസായി പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടമായിരുന്നു. ഇത് ഏതെങ്കിലും തരത്തിൽ പൈതൃകമായ ഒരു കെട്ടിടമാണോ? എന്താണ് ഇതുമായി? അല്ല, ഈ കെട്ടിടം പൈതൃകമല്ല. ഇത് ശരിക്കും മുമ്പ് ഷീറ്റിട്ടൊരു കെട്ടിടമായിരുന്നു. ഇത് പൈതൃകമല്ല. പൈതൃക കെട്ടിടം എന്ന് പറയുന്ന സ്കൂളിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന കെട്ടിടമാണ്. അതിന് ഏതാണ്ട് 1897 കെട്ടിയ കെട്ടിടമാണ് നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന പൈതൃക കെട്ടിടം. പക്ഷേ പുതുക്കി പണിഞ്ഞപ്പോൾ കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താണ് ഇത് പുതുക്കി പണിഞ്ഞത്. അദ്ദേഹം വളരെ മുൻകൈയെടുത്തിട്ട് ചെയ്ത പദ്ധതിയാണ് സെൻട്രൽ സ്കൂളിൻ്റെ ഈ കെട്ടിടത്തിൻ്റെ നവീകരണങ്ങൾ. അദ്ദേഹത്തിൻ്റെ തനത് ഫണ്ടിൽ നിന്ന് 1,77,00,000 രൂപയോളം അനുവദിച്ചിട്ടാണ് ഇവിടുത്തെ 3 കെട്ടിടങ്ങളും സ്റ്റേജും എന്നുവെച്ചാൽ ഒരു സാംസ്കാരിക ഹബ്ബ് തുടങ്ങണം എന്നുള്ള രീതിയിൽ സ്റ്റേജും നവീകരിച്ചത്. ഈ നവീകരണം അന്ന് ഏൽപ്പിച്ചത് തന്നെ ഹാബിറ്റേറ്റിനെയാണ്. പക്ഷേ ഹാബിറ്റേറ്റിൻ്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള അഴിമതി ഉണ്ടായതിൻ്റെ ഫലമാണ് ഈ ബിൽഡിങ്ങുകളെല്ലാം തന്നെ ഇന്ന് ഇങ്ങനെ ആവാനുള്ളൊരു കാരണം. ആ അഴിമതി നമ്മൾ പറഞ്ഞാൽ ഇന്ന് ഒരു ദിവസം പറഞ്ഞാൽ തീരില്ല. കാര്യം ഈ സ്കൂളിൽ നിന്ന് തന്നെ മണ്ണെടുത്ത് കുഴിച്ചെടുത്ത് ഈ ബിൽഡിംഗ് കെട്ടുന്ന അവസ്ഥ വരെ ഹാബിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. പുതിയ ഓട് മാറുന്നതിന് പകരം പഴയ ഓട് പെയിൻ്റ് അടിച്ചിട്ടിട്ടുണ്ട്. ഇവിടുത്തെ തന്നെ പല തടികളും പഴയ വർഷങ്ങളായ തടികൾ പുറത്തു പോയിട്ടുണ്ട്. ഇങ്ങനെയുള്ള അഴിമതി അന്ന് നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2024 സ്വാഭാവികമായിട്ടും സർക്കാർ സ്കൂളിൽ കുട്ടികളുടെ കുറവുണ്ട്. അപ്പോൾ ഈ ബിൽഡിംഗ് ശരിക്കും അന്ന് 2019 നവീകരിച്ചിട്ട് ഫിറ്റ്നസ് കിട്ടിയിട്ടില്ലായിരുന്നു, അങ്ങനെ നഗരസഭ കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചിരുന്നില്ല. ആ ഒരു ബിൽഡിങ്ങിലാണ് അതും അതിൻ്റെ തൊട്ടടുത്തുള്ള ഷെഡിലുമായിട്ടാണ് നമ്മുടെ കുട്ടികളുടെ പഠനം നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ 2024 സർവശിക്ഷാ അഭിയാൻ ഈ ബിൽഡിംഗ് കൊടുത്തു. അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു ഇങ്ങനൊരു സ്കൂളിനുള്ളിൽ ഇങ്ങനൊരു ഓഫീസ് അനുവദിക്കരുത്. കാര്യം മുമ്പ് സിമാറ്റ് എന്ന് പറയുന്നൊരു കെട്ടിടം സ്കൂളിനകത്ത് നടന്നിരുന്നപ്പോൾ തന്നെ കുട്ടികളുടെ സുരക്ഷയ്ക്ക് വളരെ പ്രശ്നമുണ്ടാക്കിയിരുന്നു. കാര്യം പബ്ലിക് വരുന്ന സ്ഥലമാണ്. അപ്പോൾ സ്കൂൾ ഗേറ്റ് പൂട്ടാൻ പറ്റില്ല, ഒരുപാട് വാഹനങ്ങൾ കടന്നു വരുന്നു. അങ്ങനെയാണ് സിമാറ്റ് അപ്പുറത്തെ ബിൽഡിംഗ് കെട്ടുകയും അവർക്ക് പുതിയ ഗേറ്റ് ഇടുകയൊക്കെ ചെയ്തത്. പക്ഷേ അത് കഴിഞ്ഞ് വീണ്ടും ഈ സ്കൂളിനകത്ത് ഇങ്ങനൊരു ബിൽഡിംഗ് ഒരു ഓഫീസ് കൊണ്ടുവരുന്നു. ആ ഓഫീസിന് വേണ്ടി 25 വീണ്ടും നവീകരിച്ചൊരു കെട്ടിടം ഇങ്ങനെ തകർന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്തൊരു അഴിമതിയുണ്ട്. ആ അഴിമതി കൃത്യമായി അന്വേഷിക്കണം. ആ അഴിമതി ചെയ്ത ഉദ്യോഗസ്ഥരെ കണ്ടുപിടിക്കണം. അത് നിർമ്മിച്ച സംവിധാനത്തിന് അഴിമതി ഉണ്ടെങ്കിൽ അത് നമ്മൾ ക്ലിയർ ചെയ്യണം. അതുമാത്രമല്ല, ഇന്നിപ്പം കാണുന്നത് ഈ സ്കൂളിലെ തന്നെ ഒരു കെട്ടിടത്തിൽ ഇതിൻ്റെ ഒരു റൂമിൽ വന്ന ഈ സർവശിക്ഷാഭിയാൻ്റെ ക്ലാസ് അപ്പുറത്തൊരു ഷെഡിലൂടെ അവർ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി കയറിയതുപോലെയാണ് ഇപ്പം ഇവർ കയറിയിരിക്കുന്നത്. 2 ബിൽഡിങ്ങിൽ അവരുടെ സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത് കുട്ടികളുടെ സുരക്ഷയെ ബാധിക്കുന്നു. ഇതിന് അടിയന്തരമായി കോർപ്പറേഷനും സർക്കാരും ഇടപെട്ടിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. തന്നെയാണ് അഴിമതി ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തുകയാണ് അദ്ദേഹം. ഏത് തരത്തിലുള്ള അഴിമതിയാണ് എന്നത് സംബന്ധിച്ചൊരു കൃത്യമായ അന്വേഷണം ഉണ്ടാകണമെന്ന ആവശ്യം കൂടി അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. ഇക്കാര്യത്തിൽ സർക്കാരും കോർപ്പറേഷനും വ്യക്തമായ അന്വേഷണം നടത്തുകയാണ് വേണ്ടത്.